Hi guys, good morning. Welcome to our new vlog and welcome from Sharjah. നമ്മൾ ആക്ച്വലി ഷാർജയിൽ ഈ 2 ദിവസം നിൽക്കാമെന്ന് വിചാരിച്ചു. ഒരു ദിവസം ഈ ഹോട്ടലിലൊക്കെ നിന്ന് ഒന്ന് ചില്ലാമെന്ന് വിചാരിച്ചു. സെക്കൻഡ് വൺ മജാസ അൽ മഹാസ് വാട്ടർ ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ഞാൻ അത് ഒന്നും കൂടെ സ്പെല്ലിംഗ് അവിടെ എത്തിയിട്ട് പറയാം. ഐ തിങ്ക് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഒരുപാട് പേര് എന്നോട് പറഞ്ഞു നിങ്ങൾ ഷാർജയിൽ അല്ലെങ്കിൽ ദുബായ് വഴി പോകുമ്പോൾ എപ്പോഴെങ്കിലും അവിടെ ഒന്ന് പോയി സ്പെൻഡ് ചെയ്യാൻ നോക്കി. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഭയങ്കര ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആണെന്ന് പറഞ്ഞു. ആൻഡ് ഓബ്വിയസ്ലി വി ലവ് വാട്ടർ ഫ്രണ്ട്. സോ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഐ തിങ്ക് സോ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ബ്യൂട്ടിഫുൾ പ്ലേസ്. നെറ്റിൽ കണ്ടപ്പോൾ അടിപൊളിയായിരുന്നു. ആൻഡ് എൻ്റെ അടുത്ത് തന്നെ ഒരു മോളും ഉണ്ട്. സോ അവിടെ നിന്ന് ഫുഡും കഴിച്ച് നേരെ നമുക്ക് വാട്ടർ ഫ്രണ്ടിലേക്ക് പോകാം. സോ ഐ തിങ്ക് സോ ഒരു നല്ല ഒരു ഫീൽ ഗുഡ് വ്ളോഗ് ആയിരിക്കും മിക്കവാറും ഇന്ന്. ഹലോ, ബ്യൂട്ടിഫുൾ ഡ്രസ്സൊക്കെ ആണല്ലോ ഇന്ന് ഇട്ടിരിക്കുന്നത്. അവെഞ്ചേഴ്സ് ഡ്രസ്സ് സൂപ്പർ ആയിട്ടുണ്ട്. 456 നാളെ വാഷ് ചെയ്തിട്ട് ഇടാം കേട്ടോ. ഷാർജയിൽ വലിയ ട്രാഫിക് ഒന്നും ഇല്ല എന്ന് വിചാരിച്ചാണ്, പക്ഷെ അത്യാവശ്യം ട്രാഫിക് ഉണ്ട്. അത് ഈ റംസാൻ ടൈമിൽ രാവിലെയും ട്രാഫിക് ഉണ്ട്. അപ്പോൾ ഈ കണക്കിന് ദുബായ് എന്തായിരിക്കും ആവും. ഇവിടെയൊക്കെ ഇങ്ങനെ കുറേ സ്ഥലത്ത് 3 ദിറംസിന് ഒക്കെ ഷോർമ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. കുറേ സ്ഥലത്ത് ഞാൻ ഭയങ്കര ചീപ്പായിട്ട് ഫുഡും ഷോർമയൊക്കെ കാണുന്നത്. പക്ഷേ അതൊക്കെ ലൈക്ക് ഫ്രഷ് ആണോ ഒരു ഐഡിയ ഇല്ല. നമുക്കിപ്പം ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഒരുപാടായില്ലേ. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഇങ്ങനത്തെ സ്ഥലത്ത് നിന്നൊക്കെ വാങ്ങി കഴിക്കുന്നത് ഓക്കെ ആണോ എന്ന്. അത് വെച്ച് നോർമൽ ലൈക്ക് 3 ദിറം 4 ദിറം ഷോർമ, ലൈക്ക് 10 ദിറംസ് 8 ദിറംസ് മറ്റേ കഫറ്റീരിയയിൽ കിട്ടുന്ന ബർഗർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ചീപ്പാണല്ലോ അതൊക്കെ. ഇതേ എൻ്റെ ഇടയ്ക്ക് അമ്മ മോനെ ഇരുത്തി പഠിപ്പിക്കുന്നു. വേദുവിൻ്റെ ക്ലാസ് ഒരാഴ്ച പോവുമല്ലോ, അപ്പോൾ ടീച്ചർ പോർഷൻസ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പഠിക്കുന്നത്. ട്രാവലിംഗ് ടൈമിലൊക്കെ പഠിപ്പിക്കാമല്ലോ. അതെ, പഠിക്കും. അതെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ട്രാവൽ ടൈമില് വേദുവിന്റെ മിസ്സിംഗ് പോർഷൻസ് മാനേജ് ചെയ്യുന്നത്. പിന്നെ ചോയ്സ് സ്കൂളിൽ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര കോപ്പറേറ്റീവ് ആയതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ടും നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ വേദു ചിലപ്പോൾ ക്ലാസ് ടൈം കഴിഞ്ഞിട്ട് 1 മണിക്കൂർ എക്സ്ട്രാ ക്ലാസ് ടീച്ചർ ടീച്ചർ വേദുവിന് വേണ്ടി മാത്രം പഠിപ്പിക്കും. സോ അങ്ങനത്തെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് വെരി സപ്പോർട്ട്. നമുക്കൊരു സ്ട്രെസ്സോ വിഷമോ ഒന്നുമില്ല ഇങ്ങനെ ക്ലാസ് മിസ്സാവുന്നതിലൊക്കെ. ബിക്കോസ് ദേ ആർ മേക്കിംഗ് ഇറ്റ് അപ്പ്. അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഇതുവരെ ചോയ്സ് സ്കൂള്. എനിക്ക് തോന്നുന്നു ഇതാണ് ഷാർജയിലെ ഏറ്റവും വലിയ മോള്, സഹാറ മോള്. ഇവിടുന്ന് എല്ലാം കഴിച്ചിട്ട് നമുക്ക് നേരെ വാട്ടർ ഫ്രണ്ടിൽ പോകാമെന്ന് വിചാരിച്ചു. പറ്റുമെങ്കിൽ ഇവിടെ എക്സ്പോ സെൻറ്റർ ഉണ്ട്. ഷാർജ എക്സ്പോ സെൻറ്ററിൽ ഒരു റംസാൻ സെയിലും നടക്കുന്നുണ്ട്. സോ എല്ലാം കൂടെ നമുക്കൊന്ന് കറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. ഇതുവരെ ഗൾഫിൽ വന്നിട്ടൊന്ന് റംസാൻ സെയിൽ എന്താണെന്ന് നോക്കണ്ടേ. അത് വൈകുന്നേരം 5 മണിക്ക് തുടങ്ങിയിട്ട് രാവിലെ 1 മണി വരെയാണ്. അടിപൊളിയല്ലേ അത്. നൈറ്റ് ലൈഫ്, ഷാർജയിലെ നൈറ്റ് ലൈഫ് ആയിരിക്കും അത്. ഈ മോളിൽ ഏത് ഹാപ്പി ആയിരിക്കും. എന്താണെന്നറിയോ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നോ കിസ്സിങ് എന്ന്. അപ്പയ്ക്ക് അമ്മയ്ക്ക് ഇവിടെ കിസ് ചെയ്യാൻ പറ്റില്ല. നല്ലതെന്ന്. ഓ, പ്ലേ ഏരിയ ഉണ്ട്. പക്ഷെ അനുമ്പ നോക്കി എന്താണെന്നറിയോ, ഫുഡ് കോർട്ടിലൊന്നും തുറന്നിട്ടില്ലാന്ന് തോന്നുന്നു. റംസാൻ അല്ലേ, മിക്കയിടത്തും തുറക്കില്ലാന്ന് തോന്നുന്നു. ഞാൻ വെച്ചാൽ മോളിനകത്തൊക്കെ തുറക്കുന്നു, പക്ഷെ ഇത് തുറന്നിട്ടില്ല. ബാ നോക്കിയിട്ട് വരാം. ദുബായ് വെച്ചൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു മോളാണ്. അതെ, ഏതോ ഒരു റെസ്റ്റോറൻറ്റ് അവിടെ തുറന്നിട്ടുണ്ട്. നമുക്ക് എന്താ ഓപ്ഷൻസ് നോക്കാം. നല്ലൊരു പ്ലേ ഏരിയ ഉണ്ട്. ഇത് കണ്ട ഒക്കെ അടച്ചിരിക്കുകയാണ്. ടെക്സസ് ചിക്കൻ, ബർഗർ കിങ്, താസ. ഷോ കഷ്ടമായി പോയല്ലോ. നല്ല ഫുഡ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു വന്ന അറബിക് ഫുഡ്. മിക്കവാറും ഇനി അതിനുള്ള ഓപ്ഷനൊന്നും കാണില്ല. KFCയിൽ ലൈറ്റ് മാത്രമേ ഉള്ളൂ, ഫുഡ് ഇല്ലാന്ന് തോന്നുന്നു. ഈ ജങ്ക് ഫുഡിൻ്റെ ഫാസ്റ്റ് ഫുഡിൻ്റെ മാത്രമേ തുറന്നിട്ടുള്ളൂ. പിസ്സ ഹട്ട്, ഹാർഡീസ്, പിന്നെ അപ്പുറത്ത് മറ്റേ ജോളി ബീസ് ഉണ്ട്. ജോളി ബീസ് ഓപ്പണാണ്. മെക്ഡോണൾഡ്സ് ഓപ്പണാണ്. നമ്മുടെ അറബിക് ഫുഡൊന്നും ഓപ്പൺ അല്ല. ഇതിനകത്ത് എന്താ ഇത്, അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ ഉണ്ടോ? ഷാർജ ഇത്രയും സെറ്റപ്പാടാ. ജോളിബി കണ്ട സ്ഥിതിക്ക് ഞങ്ങൾ ഹോങ്കോങ്ങിൽ മിസ്സായിപ്പോയി. ഹോങ്കോങ്ങിൽ കഴിക്കാൻ പറ്റിയില്ല. സോ ബേബി ഇവിടുന്ന് തന്നെ ജോളിബി കഴിക്കാം. അത് കണ്ടു കഴിഞ്ഞാൽ ഒരു വീക്ക്നെസ്സാണ്. ഇത് കണ്ട ഇവിടെ ഫുഡ് ഇപ്പോൾ ടേക്ക് അവേ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇരുന്ന് കഴിക്കാം, അവർ ട്രേ തരില്ല. ഇതിലുണ്ടല്ലോ ആക്ച്വലി അറ്റ്ലീസ്റ്റ് ഈ ഗൾഫ് ഈ കൺട്രി ഇവരുടെ ഒരു ഹോളി മന്ത് ആയിട്ട് പോലും അവർ വെളിയിലിരുന്ന് കഴിക്കാൻ സമ്മതിക്കുന്നതും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സ് ഓപ്പൺ ആക്കുന്നതും, അറ്റ്ലീസ്റ്റ് കുറച്ച് റെസ്റ്റോറൻറ്റ്സെങ്കിലും ഓപ്പൺ ഇല്ല. അത് തന്നെ അവരുടെ ഒരു എന്താ പറയുന്നത് മനസ്സിൻ്റെ വലുപ്പമാണ്. കാരണം
ഇങ്ങനത്തെ ഒരു മുസ്ലിം കൺട്രി എനിക്കൊന്ന് ഞാൻ കുവൈറ്റിലൊക്കെ ആയിരുന്നപ്പോൾ നമ്മൾ വെളിയിൽ വെറുതെ എന്തെങ്കിലും കഴിക്കുന്ന ഇപ്പം എനിക്കറിയില്ല, കണ്ടാൽ തന്നെ അവർ ഭയങ്കര വയലൻ്റ് ആവുന്ന ടൈപ്പ് ആൾക്കാരായിരുന്നു. പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഷാർജ ഇത്രയും ഇങ്ങനത്തെ ഒരു ഓപ്പൺ മൈൻഡ്നെസ് ഉള്ളത് വലിയൊരു എന്താ പറയുന്നത് ഒരു അപ്രിഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെ. ബിക്കോസ് ദേ റിയലൈസ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ, ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്, ഡിഫറെൻറ്റ് റിലീജിയൻ ലിവ് ഹിയർ ആൻഡ് അവരെല്ലാവരും അക്കോമഡേറ്റ് ചെയ്യുന്നില്ലേ, അതൊരു വലിയ കാര്യം തന്നെയാട്ടാ. സോ ദേ ഈ ജോളിബിയുടെ ഇത് തുറക്കുമ്പോൾ തന്നെ ആഹാ ഒരു ഫീലിംഗ്. ജോളിബി ഫാൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാണ്. ഗോട്ട് സ്പെഗറ്റി ചീസ് ആൻഡ് സോസേജ്, 2 pieces ഓഫ് ക്രിസ്പി ചിക്കൻ, ഒന്ന് സ്പൈസി ഒന്ന് ഹോട്ട്, ദെൻ ദേ ഗിവ് ദിസ് ഗ്രേവി, ഒരു തിക്ക് ഗ്രേവി ഉണ്ട്, ആൻഡ് 1 coleslaw സാലഡ്. അത് എക്സ്ട്രാ പറഞ്ഞതാണ്. ലുക്ക് സോ നൈസ് നോ. ആദ്യമേ തന്നെ ഇത് പക്ക ഈ ഫിലിപ്പിനോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിലിപ്പിനോ സുഹൃത്തുക്കളുണ്ടായിരുന്നേ, അവർ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഡിഷാണ് സ്പെഗറ്റി ആൻഡ് കെച്ചപ്പ്. വെറുതെ കുറേ സ്പെഗറ്റി എടുത്ത് കുറേ കെച്ചപ്പ് ഒഴിച്ച് കുറച്ച് സോസേജും കണ്ടിച്ചിടും, പിന്നെ ഇതുപോലെ വേണമെങ്കിൽ ചീസ് ഇടും. അത് അവരെ ഡിഫൈൻ ചെയ്യുന്നതാണ്. നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ലഞ്ച് ബോക്സ് തുറക്കുമ്പോൾ ഉള്ളൊരു മണമുണ്ട് ഇങ്ങനത്തെ ഒരു ഫുഡിൻ്റെ, ആ ഒരു മണം തന്നെയാണ് ഇതിൽ നിന്നും വരുന്നത്. അടിപൊളിയാണ്. ലുക്ക് അറ്റ് ദിസ്, such simple food but it's actually quite delicious. So ഇങ്ങനെ നൂഡിൽസ് സ്പെഗറ്റി കറക്കി എടുക്കുക. ഇതേ ആൻഡ് അത് കഴിഞ്ഞ ഒരു ബൈറ്റ്. സ്പെഗറ്റി ഉണ്ടല്ലോ, ഇറ്റ് ഈസ് ആക്ച്വലി ഓൺ ദ സ്വീറ്റർ സൈഡ്. സ്വീറ്റ്, ടൊമാറ്റോയി, ചീസി, ഒരു കംഫർട്ട് ഫുഡാണ് ജോളിബീസ് ശരിക്കും പറഞ്ഞാൽ. ഫൈനലി ഫിനിഷ്യനായിട്ട് ഒരു പീച്ച് മാംഗോ പൈ ആണ്. സോ ദിസ് ഇസ് ലൈക്ക് മെക്ഡൊണാൾഡ്സിൻ്റെ ആപ്പിൾ പൈയുടെ വേറെ വേർഷനാണെന്ന് തോന്നുന്നു, പക്ഷേ ഇറ്റ്സ് പീച്ച് ആൻഡ് മാംഗോ. നോക്കട്ടെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ സാധനമാണെന്ന്. ജോളിബി സ്പെഗറ്റി ആൻഡ് ചിക്കൻ ഇസ് അമേസിങ്. ഓ വാവ്, ട്രൈ ചെയ്യണേ. ഇഫ് യു ലൈക്ക് പീച്ച് ആൻഡ് മാംഗോ ഫ്ലേവേഴ്സ് മസ്റ്റ് ട്രൈ. കോൾഡ് പെർഫെക്റ്റ്ലി ഫ്രൈഡ് ആണ് ഇത് ബാറ്റർ, അകത്ത് നല്ല മാംഗോ ആൻഡ് പീച്ചസും ഉണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് ടേസ്റ്റ് ലൈക്ക് ആക്ച്വലി ഫ്രഷ് മാംഗോസ്, മാംഗോ കോംബോ ഒക്കെ പോലെ അടിപൊളി. ഈ വേദുവിനെ വെളി കൊണ്ടുവന്ന് വിചാരിച്ച് കുറച്ച് നടക്കും, വീട്ടിൻ്റെ വെളിയിൽ നിന്നൊക്കെ കൊണ്ടുവന്നല്ലേ കുറച്ച് നടക്കും ഓടും എന്നൊക്കെ. അവിടെ സ്കൂട്ടർ പെട്ടി, പ്രിയയ്ക്ക് കൊണ്ടുവന്ന സ്കൂട്ടർ പെട്ടി ഇപ്പോൾ വേദുവാണ് ഉപയോഗിക്കുന്നത്. പ്രിയ ആണെങ്കിൽ നടക്കണ്ട സുഖിച്ച് സ്കൂട്ടർ പെട്ടി പോവാന്നൊക്കെ വിചാരിച്ചതേ. ഇപ്പം നോക്ക് സിറ്റുവേഷൻ. ഇറങ്ങി നടന്ന വേദു, പ്രിയ വേദുവിനെ ഇറക്കിയിട്ട് പ്രിയ കയറിയിരിക്കുന്നത്. എനിക്ക് ഒരു അടി തീർക്കാൻ മാത്രമേ സമയമുള്ളൂ കേട്ടാ ഈ ട്രിപ്പിൽ. ആ 2 വാങ്ങാൻ എൻ്റെ കയ്യിലൊന്നും ഇല്ല. 50,000 രൂപ ഒരു സ്കൂട്ടർ പെട്ടിക്ക്. എനിക്ക് നമ്മൾ വന്ന ടൈം അത്യാവശ്യം നല്ലതാണ് കേട്ടോ ഒരു രീതി നോക്കിയാൽ. കാരണം തിരക്കുള്ള ടൈമിലൊക്കെ മാക്സിമം നമുക്ക് തിരക്കില്ലാതെ തന്നെ ഓരോ സ്ഥലങ്ങൾ എൻജോയ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ളതൊക്കെ അത്യാവശ്യം ഓപ്പണുമാണ്, കോസ്റ്റ് ഭയങ്കര ചീപ്പാണ്, ഒരുപാട് സ്ഥലത്ത് ഓഫേഴ്സും സെയിലും ഉണ്ട്. വാങ്ങ് എന്തെങ്കിലുമൊക്കെ കയറി നടന്നത് തന്നെ. അപ്പം നമ്മൾ മറ്റേ അൽമജാസ് വാട്ടർ ഫ്രണ്ടിലേക്ക് പോവാണ്. പക്ഷേ ഒരു ചെറിയ ടിപ്പ് തരാം, ഇവിടെ ഉള്ളവർക്ക് അറിയാം, പക്ഷേ ടൂറിസ്റ്റ് ആയിട്ട് വരുന്നവർക്ക് നമ്മൾ ആപ്പ് വഴി ഉണ്ടല്ലോ, ഇപ്പോൾ കരീമോ ഊബർ വഴി ടാക്സി പിടിക്കുന്നതിനും കാട്ടി ചീപ്പറാണ് റോട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളിൽ നിന്നോ അവിടെ കിടക്കുന്ന വണ്ടി പിടിച്ചു കഴിഞ്ഞാൽ. എനിക്കൊന്ന് മറ്റേന്ന് ഒരു പ്ലാറ്റ്ഫോം ഫീ എന്തോ വരും, ഇതിനതില്ല. പിന്നെ ഇവിടെ എല്ലാവരും മീറ്റർ ഇട്ട് ഓടിക്കും, കാർഡ് എടുക്കും, നമ്മുടെ നാട്ടിലത്തെ കാർഡ് എടുക്കും ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ആക്ടിവേറ്റ് ആണെങ്കിൽ. സോ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ. ആൻഡ് എല്ലായിടത്തും ടാക്സി ഈസിലി അവൈലബിളും ആണ്. അത് ഒരു ഗൾഫ് രാജ്യത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ്. എല്ലായിടത്തും നല്ല ഗവൺമെൻറ് ടാക്സിയും ഒരു രീതിയിലും ടാക്സിക്കാർ പറ്റിക്കില്ല, ഇതുപോലത്തെ പ്രോപ്പർ ടാക്സീസ് കയറിയ. ഷാർജയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് ഹാങ് ഔട്ട് പ്ലേസ് ആണ് ഈ അൽ മർജാസ് വാട്ടർ ഫ്രണ്ടേജ്. അവർ നന്നായി ചെയ്തിട്ടുണ്ട്. എനിക്ക് കഫേസ്, റെസ്റ്റോറൻറ്റ്സ്, പ്ലേ ഏരിയാസ്, എവറിത്തിങ്. ഇറ്റ്സ് ലൈക്ക് എ പബ്ലിക് പാർക്ക് വിച്ച് ഇസ് വാട്ടർ ഫ്രണ്ട് ആൻഡ് ഇറ്റ് ഈസ് ഫ്രീ. നമുക്ക് ഫ്രീ ആയിട്ട് കയറാം, എൻട്രൻസ് ടിക്കറ്റ് ഒന്നുമില്ല. സോ ലെറ്റ്സ് ഗോ ചെക്ക് ഔട്ട് ഹൗ ദ പ്ലേസസ്. എങ്ങനെയുണ്ട്? നല്ല സ്ഥലമല്ലേ? എനിക്ക് കുറച്ച് ദോഹയുടെ ഒക്കെ ഒരു ഫീൽ കിട്ടുന്നില്ലേ? അല്ല, പക്ഷെ ദോഹ കുറേ കൂടെ ഡെവലപ്ഡാ. ആ, എനിക്കൊന്ന് ദുബായ്, ദോഹ, ഷാർജ അങ്ങനെയാ വരുന്നത്. ഏയ് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടോ? എന്തോ കിഡ്സ് പ്ലേ ഏരിയ ആണ്, ഒരുപാട് കുട്ടികളുടെ പ്ലേ ഏരിയ ഉണ്ട്. ഇതെനിക്കൊന്ന് പെയ്ഡ് ആയിരിക്കും, പക്ഷെ ഇപ്പോൾ ഓപ്പൺ അല്ല.
ആ സമയത്ത് ഇവിടെയുള്ള പ്ലേ ഗ്രൗണ്ട് നല്ല ക്ലീനായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പബ്ലിക് പ്ലേ ഗ്രൗണ്ട് ഇത് ഫ്രീ ആണ് ആണല്ലോ. പക്ഷെ ഇത് കുട്ടികളുടെ തോന്നുന്നു. മറ്റേ ബൗൺസ് ഹൗസും സ്ലൈഡ്സും എവറിത്തിങ് ഇസ് ദെയർ. കുട്ടികളെ ഇവിടെ വിട്ടിട്ട് പാരൻസിന് ഇവിടെ പാർക്കിൽ നടക്കാനൊക്കെ പോവാലോ. നല്ല സെറ്റപ്പ്. ആ ബെസ്റ്റാ. അതിപ്പോഴാട്ടാ, അല്ലെങ്കിൽ നല്ല ചൂടാണല്ലോ. നമ്മൾ വന്നതിൻ്റെ ഒരു ഗുണമാണ് ടൈമിൻ്റെ. ഇതിൽ ഓരോ പ്ലേ ഏരിയ ഓരോ ഏജിന് വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. സോ ദാറ്റ് കുട്ടികൾ മേ ബി അടി കൂടത്തില്ലല്ലോ. 7 to 12 ഉണ്ട്, 0 to 2 ഉണ്ട്, അതുപോലെ തന്നെ 0 to 2 ഉണ്ട്, 3 to 6 ഉണ്ട്. അത് നല്ലൊരു പബ്ലിക് പ്ലേ ഗ്രൗണ്ടിൽ ഇതുവരെ കണ്ടിട്ടില്ല. സോ എല്ലാവർക്കും ആ ഒരു ഏജ് കാറ്റഗറി വെച്ച് ഇൻട്രാക്റ്റും ചെയ്ത് കളിക്കുകയൊക്കെ ചെയ്യാമല്ലോ. നല്ലൊരു ഏരിയ. ഇനി ഇവിടെ നിന്നാണ് പ്രിയ സ്ഥലത്തിൻ്റെ ഭംഗി മാറാൻ പോകുന്നത്. വാട്ടർ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ എന്ത് നോക്കാനാ? ഓ ഈ ബേർഡ്സിനെ കാണിക്കാനാട്ടാ. അത് മൊത്തം മറ്റേ സീകളില് അവര് ഇതൊക്കെ ഇപ്പോഴായിരിക്കും ഇങ്ങനെ കാണുന്നത്. വേറൊരു കാര്യം അറിയോ? അതെ, ഇവിടെ ആക്കൂടുള്ള പ്രശ്നം ഇത്രയും സീഗൾസ് പറക്കുന്നതുകൊണ്ട് അപ്പിയിടും എല്ലാവരുടെയും മേത്ത്. വേദുവിന്റെ തലയിൽ ആദ്യം അപ്പിടാൻ പോകുന്നത് കൊട പിടിക്കുന്നോണ്ട്. അതിടും. ഇനി പ്രിയ പറയും കേട്ടാ, ഷാർജ ഫേവറേറ്റ് ആയത്. ഇത്രയും മതി പ്രിയക്ക് ഒരു സ്ഥലം ഫേവറേറ്റ് ആവാൻ. വാട്ടർ ഫ്രണ്ട്, കോഫി, കുറച്ച് പൂവ്. അതെ. ദിസ് ഇസ് ആക്ച്വലി എ പെർഫെക്റ്റ് വേ എ പബ്ലിക് സ്പേസ് ഷുഡ് ബി അല്ലേ. നല്ല ക്ലീൻ പ്ലേ ഏരിയാസ്, ഫ്ലവേഴ്സ് ജസ്റ്റ് സോ ദാറ്റ് യു ഫീൽ ഗുഡ്. നല്ല വീതിയുള്ള വാക്കിംഗ് ട്രാക്സ്, കുറേ പോപ്പപ്പ് റെസ്റ്റോറൻറ്റ്സും കോഫി ഷോപ്സും ആൻഡ് ദെൻ ബ്യൂട്ടിഫുൾ വാട്ടർ ഫ്രണ്ട് എല്ലാം ഉണ്ട് അല്ലേ. എല്ലാം. എന്ത് ഷാർജ? ഞാൻ ഒന്നും നോക്കില്ല വേദ കാണിക്കുന്നത്. അത് നോക്ക്, അത് നോക്ക്, അവിടെ ഇരിക്കുന്ന ബേർഡ്സിനെ നോക്ക്. അതെ, സ്കൂട്ടർ പെട്ടി ഇപ്പൊ ബേർഡ് എടുത്തോണ്ട് പോകും കേട്ടാ. കണ്ടു, നോക്കി നോക്കി, ഞാൻ കണ്ടു. ഓട്ട കണ്ടിട്ട് നോക്കിയത്. നോക്കാലോ ആരുടെ മേത്തായിരിക്കും ആദ്യം അപ്പി വീഴുന്നതെന്ന്. ഇത് നോക്ക്, ഇവിടെ ഒക്കെ നോക്ക്, താഴെ നോക്ക്. ആദ്യമേ ആരുടെ മേത്ത വീഴുന്നത് നമുക്കറിയടാ. വേറൊരാളറിയോ, ഒരാൾ പ്രാങ്ക് ചെയ്തേ. ആക്ച്വലി അത് ക്രൂവൽ പ്രാങ്ക്, പക്ഷെ ഭയങ്കര സംഭവമായിരുന്നു. ഇങ്ങനെ ഈ സീ ബേർഡ്സ് കുറേ ഉണ്ടായിരുന്നേ, ഫുഡ് ഇട്ടത്. ഈ സീ ബേർഡ്സ് കുറെ, ഈ ഗൾസ് ഒരുപാട് ഉണ്ടായിരുന്നു ഒരു ബീച്ചിൽ. അയാൾ എന്ത് ചെയ്തു അറിയോ, എല്ലാവരും ഇങ്ങനെ സൺബാത്തിയൊക്കെ ഇരിക്കുമായിരുന്നു. ഇല്ല, ഇവിടെ കേക്ക്. അയാൾ എന്ത് ചെയ്തു അറിയോ, ഈ സീഗൾസിനുള്ള ഫിഷ് എന്തോ ഇങ്ങനെ പേസ്റ്റ് പോലെ ആക്കിയിട്ട് അതിൽ വയറിളകുന്ന കുറേ മരുന്നിട്ടു. കുറേ ഒരു 500 സീഗൾസ് വന്നിട്ട് കഴിച്ചു. എന്നിട്ട് പറന്നത് ബോംബ് പോലെ വീണോണ്ടിരിക്കുക, വയറിളകൊണ്ടിരിക്കുക സീഗൾസിന്റെ. ആൾക്കാർ ബെഡിൽ കിടക്കുന്നു, മറ്റേ ബെഡിൽ താഴെ കിടക്കുന്നു, ബോട്ടില്, ബീച്ചിൽ എല്ലാം എടുത്ത് അപ്പിട്ടോണ്ടിരിക്കുന്നു. സൂപ്പർ പ്രാങ്ക് അല്ലേ? എന്ത് രസമല്ലേ സൺസെറ്റ് ടൈമിൽ ഈ മൊത്തം ഏരിയ കാണാനായിട്ട്. രാത്രിയാകുമ്പോഴും നല്ല ഭംഗിയായിരിക്കും, എസ്പെഷ്യലി ഈ ഷോപ്സും കൂടെ ഒക്കെ ഓപ്പൺ ആയി കഴിയുമ്പോൾ. നല്ല ലൈറ്റ്സും ആയിരിക്കും, ഫൗണ്ടൻ ഷോ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് സ്മോൾ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. എന്തോ ഫംഗ്ഷൻ നടക്കുവാന്ന് തോന്നുന്നു കേട്ടോ. ബീരങ്കി ഒക്കെ വെച്ചിട്ടുണ്ട്, പോലീസുകാർ നിൽക്കുന്നുണ്ട്. എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. അത്യാവശ്യം ക്രൗഡൊക്കെ ഉണ്ട്. എനിക്കൊന്ന് മീഡിയ ഉണ്ട്. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ്. എനിക്കൊന്ന് ബീരങ്കിന്ന് മിക്കവാറും എന്തെങ്കിലും പൊട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ സംഭവം എന്ന് അറിയില്ല, പക്ഷെ ആ ക്യൂ അവിടെ തിരക്കി പോയി നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടും. പ്രിയ കണ്ട, എന്തോ കൊടുക്കുന്നുണ്ട് പോലീസുകാർ. കണ്ട പോ പോ. കിട്ടിയവന് ഞാൻ പറഞ്ഞ തരുന്ന്. ആ മാറ്റി ഇഫ്താറാ പോകുന്നുണ്ട്, കുലുങ്ങി ഇഫ്താർ ആകാൻ നോക്കട്ടെ. കിട്ടിയാ? വരും ഇനിയിപ്പോ കുലുങ്ങി വരും. വരുത് മാറ്. കഴിഞ്ഞ കേട്ടോ. അതിനൊക്കെ ഫൗണ്ടൻസ് ഒക്കെ ലൈറ്റ് വരാൻ തുടങ്ങി. ആ ഡ്രോണൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ. എനിക്കൊന്നും അപ്പൊ ഇഫ്താർ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു ഇവിടെ. വേറെ പ്രത്യേകിച്ച് സെറ്റപ്പ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഇഫ്താർ ഒന്ന് പോയി നോക്കാം. നമ്മുടെ ഇവിടെ വന്ന ആദ്യത്തെ ഇഫ്താർ, ദാനം കിട്ടിയ ഇഫ്താർ, അതൊരു ഫീൽ തന്നെയായിരിക്കും.
ആര്? പക്ഷെ നമ്മുടെ ഡ്രോൺ അല്ല അത്. ഹായ് കാണിച്ചോ? ബാ, എന്തോ ബീരങ്കി പൊട്ടിക്കാൻ പോവാണ്. കൊള്ളാലോ. എന്താവോ ഇതിന്റെ ഒരു സിഗ്നിഫിക്കൻസ്? ആ, എന്റെ അമ്മോ. പ്രിയ പേടിച്ചു കേട്ടാ. വേദു പ്രിയ ഒക്കെ പേടിച്ചു. ആ ഹാൻഡി കുട്ടിയൊക്കെ പേടിച്ചു കേട്ടാ. എല്ലാരും പേടിച്ചു. ആ കറക്റ്റ് ടൈമില് അത് വെടിവെച്ചതും ബാങ്ക് വിളി വന്നു. കഴിഞ്ഞു. വാ, ഇനി നമുക്ക് ഇഫ്താർ കഴിക്കാം. വാ. അല്ല, ചിലപ്പോ എല്ലാ ദിവസം ഇങ്ങനെ ആയിരിക്കും കേട്ടോ, എനിക്ക് അറിയില്ല. ഗൈസ്, അപ്പൊ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ തന്നെ റൂമിലേക്ക് വന്നു. നമുക്ക് 2-3 ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാനുണ്ട്. സോ അവരെയൊക്കെ ഒന്ന് പോയി മീറ്റ് ചെയ്യണം. നാളെ നമ്മൾ ഇവിടുന്ന് രാവിലെ ദുബായിലേക്ക് പോകുമായിരിക്കും. സോ ദുബായിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലവും അതിന്റെ ചുറ്റുവട്ടവും പിന്നെ നല്ലൊരു മന്തി എന്തെങ്കിലും കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. സോ അതൊക്കെ കഴിക്കുന്നതായിരിക്കും. സോ ഇന്ന് നമ്മുടെ ഷാർജയുടെ ഇവിടുത്തെ വെച്ച് റൗണ്ട് അപ്പ് നിർത്തുവാണെങ്കിൽ അൽജദ്ദയിൽ പോകണം എന്ന് കുറച്ച് പേര് പറഞ്ഞായിരുന്നു. പക്ഷെ അൺഫോർച്യുനേറ്റ്ലി നമുക്ക് അതിനുള്ള ടൈം കിട്ടിയില്ല. സോ മേ ബി നെക്സ്റ്റ് ടൈം ദുബായ് വരുമ്പോൾ പോകുന്നതായിരിക്കും. സോ ഇനി നമുക്ക് രാവിലെ കാണാം നേരെ ദുബായിലേക്ക്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. സോ ദുബായിലേക്ക് പോവാണ്. ദുബായിലേക്ക് പോകുന്നു പറയുമ്പോൾ തന്നെ എല്ലാവർക്കും നല്ല എനർജിയാണ്. സോ ദുബായിൽ ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട് ഇയാൾക്ക്. സോ ഷാർജയിൽ എനിക്കത് ഇവിടുന്ന് ഏകദേശം ഒരു 15-20 മിനിറ്റ്സേ ഉള്ളൂ. ആൻഡ് ഈ സാധാരണ നമ്മൾ ടാക്സി കരീം എന്ന് പറഞ്ഞ ആപ്പാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ എനിക്കൊന്ന് ഇവിടുന്ന് ദുബായ് പോകാൻ ഊബർ ആണ് ഭയങ്കര ചീപ്പ്. ഐ മീൻ കമ്പാരിറ്റീവ്ലി ചീപ്പർ. സോ ഊബർ പിടിച്ച് നേരെ നമുക്ക് ദുബായിലേക്ക് പോവാം. ആൻഡ് നല്ല ഹോട്ടലാവണം, കാരണം ഏകദേശം ഒരു 5-6 ദിവസമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ദുബായിലെ വ്ളോഗ്സ് അടിച്ചു പൊളിക്കാം. ദുബായിലെത്തി. ഞങ്ങൾ ദേറയിലാണ് താമസിക്കുന്നത്. ദുബായിൽ എത്തുമ്പോൾ തന്നെ ദുബായില UAE തന്നെ, പക്ഷെ എന്നാലും ദുബായിൽ എത്തുമ്പോൾ അവിടെ ഒരു ഫീലിംഗ് എന്താ അറിയോ? സേഫ്റ്റി, ഫ്രീഡം, എന്താ പറയുന്നത്, ഒരു ക്ലെൻലിനെസ്, ഇതൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് മൈൻഡ് വരുന്നത്. പിന്നെ എക്സ്പെൻസീവ് ടാക്സി തന്നെ. ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കുക. എന്താ അറിയോ, മെട്രോ തൊട്ടടുത്താണ്, ഗോൾഡ് സൂക്ക് മെട്രോ. ടാക്സി എടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ലിബിന് ഇവിടെ വന്ന് അവന് ഏകദേശം 5 ദിവസം ദുബായി നിന്നിട്ട് 20,000-30,000 രൂപ കണ്ട് ടാക്സിക്ക് സ്പെൻഡ് ചെയ്തു. ഫ്ലൈറ്റിനാക്കൂടെ 10 രൂപ 12 രൂപയുള്ളൂ. സോ ഞങ്ങൾ മാക്സിമം മെട്രോയിൽ പോകാൻ വേണ്ടി മെട്രോയുടെ അടുത്ത് തന്നെ നിന്നു. ആൻഡ് നമ്മൾ താമസിക്കുന്ന ഹോട്ടലുണ്ടല്ലോ, ആക്ച്വലി ഇത്രയും ദിവസം ഉള്ളതുകൊണ്ട് ഈ അക്കോറിൻ്റെ തന്നെ അഡാജിയോ അപ്പാർട്ട് ഹോട്ടൽസ് ആണ്. സോ ഇറ്റ്സ് ലൈക്ക് എൻ അപ്പാർട്ട്മെന്റ് ബട്ട് ഇറ്റ്സ് എ ഹോട്ടൽ. അത്യാവശ്യം നല്ലതാണെന്ന് തോന്നുന്നു. ആൻഡ് ഇവിടെയും നമുക്കൊരു അപ്ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. അത് ബ്രേക്ക് അറിയില്ല. റൂമേ റെഡിയാവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഞങ്ങൾ ഒന്ന് മന്തി കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ ഹോട്ടൽ ബുക്ക് ചെയ്തപ്പോൾ തന്നെ അടുത്തുള്ള റെസ്റ്റോറൻറ്റ് നോക്കിയത് കിടിലൻ റിവ്യൂ ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്, റയാൻ മന്തി. അപ്പോൾ എന്തായാലും ദുബായ് വന്ന് ഫസ്റ്റ് മീൽ മന്തി തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. വെളിയിൽ നല്ല ഏരിയ കേട്ടോ, ഇവിടെ അപ്പാർട്ട്മെൻറ്റ്സും ഫ്ലാറ്റ്സും കുറച്ച് സൈലൻ്റാണ്. മെട്രോ ഒരു 100 മീറ്റർ ആൻഡ് നല്ല ഔട്ട്ഡോർ ഡൈനിങ് ഉള്ള റെസ്റ്റോറൻറ്റും ഉണ്ട്. ആദ്യമേ തന്നെ അവർ സൂപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് എന്താ ഷോക്കിംഗ് എന്നറിയോ, ഒരു മന്തി അത് മെനുവിൽ കണ്ട് ചിലപ്പോൾ ഒരു പോർഷൻ ആണോ അത് എല്ലാവർക്കും കൂടെ ഉള്ളൂ എന്നറിയില്ല. 26 ദിർഹം ഉള്ളൂ. എന്നിട്ട് പറഞ്ഞാൽ അത് ഒരെണ്ണം മതി എല്ലാവർക്കും. ഇനി അത് 26 ഒരു പോർഷനാണോ അതോ എല്ലാവർക്കും കൂടെ ആണോ, ഫുൾ കൺഫ്യൂഷൻ. 26 3 പേർക്ക് തികയുമെങ്കിൽ അതൊരു സംഭവമായിരിക്കും. എന്തായാലും സൂപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല സൂപ്പാണ്. ഒരു ചിക്കൻ ബ്രോത്ത്. എനിക്കൊന്ന് നാരങ്ങയും പിഴിയണം എന്ന് തോന്നുന്നു. ഒരു വലിയ നാരങ്ങ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആഹാ, ഒരു മന്തി ഓർഡർ ചെയ്യുമ്പോൾ വരുന്ന സാധനങ്ങളൊക്കെ ക്യാരറ്റ്, സൂപ്പ്, അതിൻ്റെ സാലഡ്, ടൊമാറ്റോ സാലഡും അതിൻ്റെ ഇതിൻ്റെയൊക്കെ തൈരിൻ്റെയൊക്കെ കട്ടിയൊക്കെ മയണീസ് പോലെ ഉണ്ട്. മയണീസ് ആണോ? വറുത്ത സവാളയുണ്ട്. ഇവിടേക്ക് വേറെ ഒന്നും വേണ്ട. പിന്നെയും ടൊമാറ്റോ ആൻഡ് ചട്നി, വേറെ പിക്കിള്, ഇങ്ങനത്തെ ഒരു പിക്കിളും വരുന്നുണ്ട്. പിക്കിളാന്ന് തോന്നുന്നു, ഡേറ്റ് പിക്കിളാന്ന് തോന്നുന്നു. അതുപോലെ തന്നെ കുറച്ച് മുളകും വരുന്നുണ്ട്. ഒരു മന്തി ഓർഡർ ചെയ്തപ്പോൾ വന്ന സാധനങ്ങളാണ്, വെറുതെ അല്ല. അവർ പക്ഷേ എനിക്കത് ചിക്കൻ നമ്മൾ വേണമെങ്കിൽ ഒരെണ്ണം കൂടെ പറയാം, ഒരു ഹാഫും കൂടെ. പക്ഷേ റൈസ് തോക്ക് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ധാരാളമായിരിക്കും. എന്തൊരു മണമെന്നറിയോ. അതിൻ്റെ ഈ വറുത്ത സവാളയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഫുൾ സെറ്റ്. ദേറയിലുള്ളവർക്ക് ഡെഫിനറ്റ്ലി വന്ന് കഴിക്കാവേ. നല്ല ഫ്രേഗ്രൻറ്റ് മന്തി റൈസ്, വറുത്ത സവാള, നല്ല സോഫ്റ്റ് ടെൻഡർ ചിക്കൻ. ആഹാ, ഇങ്ങനത്തെ ഒരു സ്ഥലത്തൊന്ന് കഴിക്കാൻ പോകണ്ടല്ലോ.
അടിപൊളി അടിപൊളി. ഇതിന് ഞാൻ റൂമും കൂടെ കാണിക്കാം, എന്നിട്ട് ദുബായ് എക്സ്പ്ലോർ ചെയ്യാറിയാം. അടിപൊളി കേട്ടോ, ഭയങ്കര നല്ല ടേസ്റ്റ്. മന്തി കഴിഞ്ഞിട്ട് കുനാഫ ഇല്ലെങ്കിൽ എന്തൊരു മന്തി അതല്ലേ. ഇതൊരു സംഭവമായിരിക്കും കേട്ടോ. അവർ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി, ഏകദേശം ഒരു 10-15 മിനിറ്റ് എടുത്തു. സോ ഈ ഗോട്ട് ദിസ് ചീസ്, എനിക്കൊന്ന് ക്രീം ചീസാണ് ഇവിടുത്തെ ഈ കുനാഫയിൽ വന്നിരിക്കുന്നത്. സിറപ്പ് വരെ എന്തോ റിച്ചാന്ന് അറിയാം, സാഫ്രനും റോസിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ. അടിപൊളി. ഇനി റൂമിൽ പോയി കിടക്കണം എന്നുണ്ട് ഇത്ര ഹെവി മീലിന് ശേഷം, പക്ഷെ കിടക്കത്തില്ല. റൂം ടൂർ ചെയ്തിട്ട് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ദുബായ് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങാം. ഭയങ്കര ടേസ്റ്റ് കേട്ടോ കുനാഫ. ഇത് എൻ്റെ ഇടയ്ക്ക് കോംപ്ലിമെൻ്ററി കേട്ടോ. ഞാൻ പ്രിയനെ കാണിക്കാത്തത്, പ്രിയ ദുബായ് വന്നപ്പോൾ ഭയങ്കര ഡ്രസ്സിങ് ഒക്കെ, അത് നല്ല രീതിയിൽ കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുക. പ്രിയയുടെ കണ്ണ് തള്ളിയിരിക്കുവാണ് ഇത് കണ്ടിട്ട്. ഇതാണ് ടർക്കിയിലെ ഡെസേർട്ട്. റംസാൻ ആയതുകൊണ്ട് ഞാൻ എല്ലാവരും നമ്മൾ തീറ്റിച്ച് ദുബായിൽ നിന്ന് പോകുമ്പോൾ നോക്കിക്കോ, ഈ കോംപ്ലിമെൻ്ററി സാധനം കഴിച്ച് തന്നെ ഒരു 10 രൂപ കൂടും. കഴിച്ചിറങ്ങിയ നിങ്ങൾ എന്തായാലും വരണം റയൻ മന്തി റെസ്റ്റോറൻറ്റ്. ഞാൻ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പക്ഷേ വേറൊരു കാര്യം കൂടെ പറയാം, ആദ്യമായിട്ടാണ് കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അവർ അത്തറ് തരുന്നത് കയ്യിലിടാൻ. ആദ്യമായിട്ടത്. എന്നാലും അത്ര ഇതൊക്കെ ദുബായ്, യു ആർ ടു മച്ച്. റെഡിയാ, ഫുൾ ഫാമിലി ഹാപ്പിയാണ്. നമ്മുടെ റൂം നമ്പർ 216. വെൽക്കം ടു അഡാജിയോ ദുബായ്. ദുബായ് വന്നപ്പോ തന്നെ നോക്കിക്കേ പരിഷ്കാരി. എല്ലാരും പറയും പ്രിയച്ചിട്ട് ഇങ്ങനെ ഡ്രസ് ചെയ്താ പോരെ. ഇത് മെലിഞ്ഞ കൊണ്ട് ഇപ്പൊ ഇടാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ആദ്യമേ നമുക്ക് റൂം ടൂർ കാണിക്കുന്നതിന് മുമ്പ് ഒരാള് സ്വന്തമായിട്ട് റൂം എടുത്തിട്ടുണ്ട്. അത് കാണിക്കാം, നോക്കിയിട്ട്. വെൽക്കം. ഓക്കെ, ഇതെന്താ? ഇതാണ് ബാത്റൂം. ഓക്കെ, സോ ഇത് ആദ്യത്തെ ബാത്റൂം ആണ്. ഇവിടെ മിററും അതുപോലെ നമ്മുടെ എല്ലാം നല്ല മറ്റേ അക്കോറിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള കോസ്മെറ്റിക്സും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഷവർ റൂംസും എവറിത്തിങ് ഇസ് ദർ. ഒരു എക്സ്ട്രാ ബാത്റൂം ആണെങ്കിലും അവരൊരു ഫുൾ ഫ്ലെഷ് ബാത്റൂം പോലെ തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എല്ലാം മറ്റേ നമ്മുടെ ടൂത്ത് ബ്രഷും എമ്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. ഇനി മൈ റൂം. ഗൈസ്, അപ്പൊ നമുക്ക് ഈ ഒരു 5 ദിവസത്തേക്ക് കിട്ടിയിരിക്കുന്നത് ഇവരുടെ 2 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് ആണ്. അവർ നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് തന്നിരിക്കുന്നത്. ബെഡ് കംഫർട്ടബിൾ ആണോ നോക്ക്. കംഫർട്ടബിൾ ആണോ? ഓക്കെ, ഇനി വേദ റിലാക്സ് ചെയ്തോ, ഞങ്ങൾ ബാക്കിയുള്ള റൂംസ് കാണിക്കട്ടെ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് വലിയൊരു ലിവിങ് റൂം അവർ തന്നിട്ടുണ്ട്. ഈ ലിവിങ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്, ഇൻക്ലൂഡിങ് വാട്ടർ ഫിൽട്ടർ, യുവർ കോഫി മേക്കേഴ്സ്, കെറ്റിൽസ്, ഇൻഡക്ഷൻ കുക്കർ, പാത്രങ്ങളുണ്ട്, മൈക്രോവേവ് ഉണ്ട്, വാഷിംഗ് മെഷീൻ, ഡിഷ് വാഷർ, എല്ലാം ഉണ്ട്. എന്ത് വേണം? പ്രിയ ഭയങ്കര ഹാപ്പിയാ. ഞാൻ പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് വഴക്കടിക്കാം. 2 റൂം ഉണ്ടല്ലോ, മറ്റേ വഴക്കടിച്ചാലും ഒരുമിച്ച് ഒന്ന് കിടക്കണ്ടേ, സുഖമായിട്ട് കിടക്കാം. എല്ലാ ട്രിപ്പിന് മുമ്പ് ഇങ്ങനത്തെ അത് സത്യ. അതെ, സോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട്. ബാൽക്കണിന്ന് നല്ല വ്യൂ ആണെന്ന് തോന്നുന്നേ. നോക്കട്ടെ, നമ്മുടെ ബാൽക്കണിന്ന് ദേറയുടെ വ്യൂ ആണ്. ഹയാത്ത് തൊട്ടപ്പുറം കാണാം നമുക്ക്. ദ ബ്യൂട്ടിഫുൾ എന്താ മാൻ മെയ്ഡ് മിറാക്കിൾ. ഞാൻ ചൈന എന്ന് പറയുന്ന പോലെ തന്നെയാണ് ദുബായും. ഒരു മരുഭൂമിന്ന് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ഏരിയ ആണ്. നമുക്ക് അവിടെ നിന്ന് നേരെ സി വി ഒക്കെ ഉണ്ട്. എനിക്കൊന്ന് ദുബായ് ക്രീക്കാന്ന് തോന്നുന്നത്. നല്ലൊരു ആംബിയൻസ് ഉള്ള നല്ലൊരു ഏരിയ ആണ്. മെട്രോയും തൊട്ടടുത്തുണ്ട്. ഇനി ഇതേ പ്രിയയുടെ ബെഡ്റൂം. ഇവിടെ ഉണ്ട് ആള്, എവിടെ പോയാലും ഉണ്ടല്ലോ ഗാദാജാൻ. ഇവിടെ ബെഡ്റൂം കഴിഞ്ഞു. ഇനി ഇതിലും ഏറ്റവും ബെസ്റ്റ് ആണെന്നറിയോ,
ഗ്ലാസ് ഏരിയ, നല്ല ഗ്ലാസ് ഏരിയ ഉണ്ട്. സോ റൂംസ് ഫീൽ സോ എയറി. ബെഡ്സ് കുറച്ച് ഫേം ആണെന്ന് തോന്നുന്നു, പക്ഷെ എന്നാലും വെരി കംഫർട്ടബിൾ. അല്ല നല്ല സോഫ്റ്റാ, കണ്ടപ്പോ ഫേമായി തോന്നി. വിരിച്ചതുകൊണ്ടാ. ഇതോടെ വീട്ടിൽ ഇതുപോലെ ഷീറ്റൊക്കെ തേച്ച് ഇതുപോലെ വിരിക്കണം. വീട്ടിൽ ഇതുപോലെ വിരിക്കണം എന്ന് വേണ്ട, ഞാൻ ചുള്ളിക്കാൻ ഷീറ്റിൽ കിടന്നോളാം. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് സെപ്പറേറ്റ് കൗച്ച് ഏരിയ. എല്ലാ ബെഡ്റൂമിലും ഒരു TV ഉണ്ട്, പ്ലസ് ലിവിംഗ് റൂമിലും ഒരു TV ഉണ്ട്. ഇവിടെയും പ്രിയക്ക് റെഡി ആവാനുള്ള മിറർ ഉണ്ട്. ആൻഡ് ഫൈനലി നമ്മുടെ ഇവിടെയും ഒരു ബാത്റൂം ഉണ്ട്. സോ ഐ തിങ്ക് ഇറ്റ്സ് എ പെർഫെക്റ്റ് ഇഫ് യു ആർ കമ്മിങ് ആസ് എ ഫാമിലി ആൻഡ് സ്റ്റേയിങ് രണ്ടുപേരായിട്ടൊക്കെ സ്റ്റേ ചെയ്യാണ്, നല്ല കൺവീനിയൻറ്റ് ലൊക്കേഷനിൽ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അല്ല, അത് ദേരയിലാണ്, എയർപോർട്ടിനും അടുത്താണ്, മെട്രോ അടുത്താണ്. അറൗണ്ട് 10 minutes കണ്ടേ ഉള്ളൂ. ഷാർജയിൽ നിന്നും അടുത്താണ്, മെട്രോയും അടുത്താണ്. അടിപൊളി. അപ്പോൾ അതെ, അപ്പോൾ ഈ ഡ്രസ്സ് മര്യാദയ്ക്ക് നമുക്ക് നാളത്തെ വ്ളോഗിൽ കാണിക്കാം. അപ്പോൾ ഗൈസ്, നാളത്തെ വ്ളോഗിൽ നമ്മൾ ദുബായ് ഒക്കെ കറങ്ങുന്നതായിരിക്കും. ഷാർജ കണ്ടു, ഇത് ദുബായ് കണ്ടു. ഫീലിംഗ് വെരി ഗുഡ്. ഒരു പോസിറ്റീവ് വൈബാണ് ഇന്ന് മൊത്തം നമുക്ക് കിട്ടുന്നത്. ഈ കൺട്രിയുടെ ഒരു ഗുണമായിരിക്കും. സോ നാളെ നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി. എവിടെ എല്ലാവരും ഹാപ്പി.